നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ദൈവവചന ഭാഗം ഇതാണ്: ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അത് എവിടെയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ഒടുവിലാണെന്ന് കണ്ടു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിൽ, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പ്രായം ഓരോ വർഷവും കൂടുന്തോറും പുതിയ വഴികളെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ആളുകൾ ഈ പാരമ്പര്യത്തിൽ അഡിക്റ്റ് ആകുന്നത്. മതങ്ങളെല്ലാം ഒരു സിസ്റ്റത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു മിഷൻ പോലെ അതിങ്ങനെ കറങ്ങിക്കോളും. പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, പുതിയതായിട്ടൊന്നും ചിന്തിക്കാനുമില്ല. സഭകൾ, സംവിധാനങ്ങൾ, പ്രസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങുന്ന ഒരു മിഷൻ പോലെയാണ്. ഒരു ചർച്ച ആണെങ്കിലും പാട്ട്, പ്രാർത്ഥന, വീണ്ടും പാട്ട്, വീണ്ടും പ്രാർത്ഥന, വചനത്തിൽ നിന്ന് വായിക്കുക, പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക, ആശീർവാദം പറയുക, ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ 2 പ്രാവശ്യം ഹല്ലേലൂയ പറയുക. ഇതൊരു സിസ്റ്റമാണ്. ഇതിനകത്ത് പോകാൻ ദർശനം വേണ്ട, ഇതിനകത്ത് പോകാൻ കൃപ വേണ്ട, ഇതിനകത്ത് പോകാൻ വെളിപ്പാട് വേണ്ട, ഇതിനകത്ത് പോകാൻ പ്രാർത്ഥന വേണ്ട, ഇതിനകത്ത് പോകാൻ നിന്നാൽ മതി, പൊക്കോളും. മെമ്പറായിരുന്നാൽ മതി. എല്ലാവരും അങ്ങനെ ആക്കി തീർക്കും പെട്ടെന്ന്. എന്നാൽ ചെറുപ്രായത്തിലൊക്കെ പുതിയത് ചെയ്യാൻ താല്പര്യമുണ്ട്. സിസ്റ്റത്തോട് താല്പര്യം കുറവാണ്, പാരമ്പര്യങ്ങളോട് താല്പര്യം കുറവാണ്. പുതിയത് ചെയ്യാനുള്ള ഭയങ്കര താല്പര്യമുണ്ടാവും. ദൈവം യഥാർത്ഥത്തിൽ എന്നും പുതിയതാണ്. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു, പുതിയ പാട്ടെനിക്ക് തരുന്നു, പുതിയ വഴിയെ നടത്തുന്നു. നമ്മുടെ ദൈവം പുതിയത് ചെയ്യുന്നു, പുതിയത് പ്രതീക്ഷിക്കുന്നു. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. നമ്മൾ പുതിയ വഴിക്കൂടെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ദൈവവൈതൽ, ഒരു സഭയുടെ പേര് പറയാതെ യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ദൈവവൈതൽ എന്നും പുതിയ വഴിക്കാണ്. ഒരു വിശ്വാസിക്ക് റിപ്പീറ്റേഷൻ ഇല്ല. ഈ മന്നായെക്കുറിച്ചൊക്കെ വായിക്കുമ്പം മന്ന നാളത്തേക്ക് പറ്റില്ല. എന്തൊരു അത്ഭുതമാണ്! മന്ന പൊഴിഞ്ഞതിനേക്കാൾ വലിയ അത്ഭുതമാണ് അത് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റിയാലെന്ന് പറയുന്നത്. ഇന്നത്തേക്കുള്ളത് ഇന്ന് തരാം. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നാളത്തേക്കൂടെയുള്ള ഇന്ന് തരികയാണെങ്കിൽ നാളെ വെളുപ്പിനെ കിടന്നുറങ്ങാമല്ലോ. പക്ഷെ ദൈവം അതങ്ങ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. ഇന്നത്തേക്കുള്ളത് ഇന്ന് തന്നെ എടുക്കണം. ഇപ്പോൾ ഓരോ ദിവസവും പുതിയതാണ്. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. പുതിയ വഴിയെ നമ്മെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ശിശു ഹൃദയമാണ്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പഴയ വഴിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആശ്രയം നിനക്ക് ആവശ്യമില്ല, നിനക്കറിയാം എന്തൊക്കെ ആ വഴിയിലുണ്ടെന്ന്. പുതിയ വഴിയാണെങ്കിൽ ഒരു ഗൈഡിൻ്റെ കയ്യെ പിടിച്ചേ പോകത്തുള്ളൂ. പരിചയങ്ങളിലൂടെ പോകാൻ ദൈവം നമ്മളെ വിടുകയില്ല.
നമ്മൾ പരിചയങ്ങളിലൂടെ പോയാൽ നമ്മൾ കുടുങ്ങും. നമ്മൾ ചിലപ്പോൾ വഴുതി വീഴും, വഴിതെറ്റും. ദൈവത്തിൽ ആശ്രയിച്ചാൽ പുതിയ വഴിയിലും വഴിതെറ്റത്തില്ല, ഏത് വനത്തിലും വഴിതെറ്റുകയില്ല, ഏത് പ്രതികൂലത്തിലും വഴി തെറ്റത്തില്ല. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇസ്രായേൽ മക്കളുടെ യാത്രയാണ്. വാക്യം 3. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ചിന്ത, മറ്റൊരു സന്ദേശം, ജനങ്ങൾക്ക് ഈ പുതിയ വഴി അറിയത്തില്ല, പക്ഷെ ലീഡേഴ്സ് ഈ പുതിയ വഴി അറിയണം. പുരോഹിതന്മാർ പെട്ടകം ചുവന്നുകൊണ്ട് മുമ്പേ പോകണം. ജനങ്ങൾ വഴി അറിയണ്ട, ഇതിൻ്റെ പുറകെ പോയാൽ മതി. ഇവിടെ ദൈവശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യത നമുക്ക് കാണാൻ പറ്റും. പുറകെ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വഴികാട്ടിയാകേണ്ടത് ഈ പെട്ടകം വഹിക്കുന്നവരാണ്. മൂന്നാം സങ്കീർത്തനം 7-ാം വാക്യം, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. വഴിയും പ്രവൃത്തിയും പ്ലാനും ബിൽഡിങ്ങും പോലെയുള്ള വ്യത്യാസമുണ്ട്. പ്ലാൻ കാണുമ്പം ബിൽഡിങ് കാണുന്നവനാണ് എൻജിനീയർ. ബിൽഡിങ് കണ്ടാലും എന്നാ ബിൽഡിങ്ങാന്ന് അറിയാൻ മേലാത്തവരാണ് ബിൽഡിങ്ങിൽ താമസിക്കുന്നവർ. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. പ്ലാൻ, ഗൈഡ് മോശയ്ക്ക് കൊടുത്തു. അത് പ്രവൃത്തിപഥത്തിൽ വരാൻ വർഷങ്ങളെടുത്തു. അപ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായത് ഇതിനായിരുന്നു അതൊക്കെ ചെയ്തതെന്ന്. ജനം 10 കൊല്ലം കഴിഞ്ഞ് കാണുന്ന കാര്യം ലീഡേഴ്സ് 10 കൊല്ലം മുമ്പ് കാണണം. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ദൈവത്തിൻ്റെ വഴി സാധാരണക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തത്. ലോകത്തിൽ എല്ലാ പ്രസ്ഥാനത്തിനും നേതൃത്വമുണ്ട്, ദൈവസഭയ്ക്കും നേതൃത്വമുണ്ട്. ഒരു ഹോട്ടലാണെങ്കിലും, ഒരു IT കമ്പനി ആണെങ്കിലും, ഒരു ചുമട്ടുതൊഴിലാളി യൂണിയൻ ആണെങ്കിലും, അതിനെല്ലാം ലീഡേഴ്സുണ്ട്. മനുഷ്യൻ നേതൃത്വത്തിൻ്റെ വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ദൈവസഭയ്ക്ക് നേതൃത്വമുണ്ട്, കുത്തഴിഞ്ഞ പുസ്തകമല്ല. എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും രാജകീയ പുരോഹിതവർഗമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം, എല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയാം, എല്ലാവർക്കും അപ്പം നുറുക്കിയാലും വേദശാസ്ത്രപരമായ വലിയ അപകടമൊന്നുമില്ല. സ്നാനപ്പെട്ട ഏതൊരാൾക്കും സ്നാനം നടത്താവുന്ന വേദവസ്ഥപ്രകാരം എനിക്ക് മനസ്സിലായിരിക്കുന്നത്.
4 പേര് 5 പേര് കൂടി ഇരുന്ന് കർത്തൃമേശ നടത്താൻ അതിനകത്തുള്ളവർക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ആൾക്ക് നടത്താൻ അതിന് കുഴപ്പമില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ അതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും സഭയ്ക്ക് നേതൃത്വമുണ്ട്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിക്കുവിൻ. നടത്തപ്പെടുന്നവരുമുണ്ട്, നടത്തുന്നവരുമുണ്ട്. പൗരോഹിത്യം എന്ന ആ ഒരു അടിച്ചേൽപ്പിക്കൽ അധികാരം ഇല്ലെങ്കിലും നയിക്കാൻ അധികാരമുണ്ട്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കണം, കീഴടങ്ങിയിരിക്കണം. അങ്ങനെ നയിക്കപ്പെടാൻ മനസ്സുള്ളവർക്ക് മാത്രമേ സഭയിൽ തുടരാൻ പറ്റത്തുള്ളൂ. എപ്പിസ്കോപ്പസി എടുത്തു കളഞ്ഞു, പൗരോഹിത്യം എല്ലാവർക്കും ഉണ്ട് എന്ന ഉപദേശം വന്നപ്പോൾ ആർക്കും എന്തു ആകാമെന്നുള്ളൊരു നില സഭകളിൽ വന്നെങ്കിൽ അത് ദുരന്തമാണ്, അത് കഷ്ടകാലമാണ്. എല്ലാവർക്കും വചനം വായിക്കാൻ അവകാശമുണ്ട്, എല്ലാവർക്കും പ്രബോധിപ്പിക്കാൻ അവകാശമുണ്ട്, എല്ലാവർക്കും ശുശ്രൂഷിക്കാൻ അവകാശമുണ്ട്, എല്ലാവർക്കും സുവിശേഷം പറയാൻ അവകാശമുണ്ട്. പക്ഷെ ദൈവം സഭയെ നയിക്കുവാൻ ലീഡേഴ്സിനെ അന്നും ഇന്നും വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് ലീഡേഴ്സാണെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. മുഴുവനല്ലെങ്കിലും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു നേതൃത്വത്തിൻ്റെ കോളിംഗ് ഉള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ 1000 പേരെ പ്രതിനിധീകരിക്കണം. 1000 പേരുടെ പ്രതിനിധികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ 1:1000 ഇത്രയും ആളുകളെ 1000 കൊണ്ട് ഗുണിക്കാം. അത്രയും പേരോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സ്തോത്രം. തിരുവല്ല പട്ടണത്തിൽ ഒരു മീറ്റിംഗ്, സാധാ മീറ്റിംഗ് വെച്ചാൽ 1000 പേര് ഇവിടെ കൂടുമല്ലോ, ഈസിയായിട്ട് കൂടും. അപ്പം അത് വേണ്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ആ നിലയിൽ പബ്ലിസിറ്റി കൊടുക്കാൻ. കർത്താവായ യേശുവിൻ്റെ സമയം എവിടെ ചെലവഴിച്ചു എന്ന് പരിശോധിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു ചെറിയ ക്ലൂ കിട്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ സമയം എവിടെയാണ് കൂടുതൽ ഉപയോഗിച്ചത്? 12 പേരുടെ കൂടെ ചെലവഴിക്കാനാണ് യേശു കൂടുതൽ സമയമെടുത്തത്. യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളേ ഉള്ളൂ പബ്ലിക് മിനിസ്ട്രി. 21 അധ്യായമേ ആ പുസ്തകത്തിനുള്ളൂ. ആ 11ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം 11 പേരോടാ അല്ലെ 12 പേരോടാ സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് കൂടുതൽ സമയം എടുത്തത് ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയാണ്. ചെറിയ ഗ്രൂപ്പിനെ വലിയ കാര്യം പഠിപ്പിച്ചു, ചെറിയ ഗ്രൂപ്പിനെ നന്നായി പഠിപ്പിച്ചു, ചെറിയ ഗ്രൂപ്പിന് വേണ്ടി സമയമെടുത്തു. ചെറിയ ഗ്രൂപ്പിൻ്റെ കൂടെ യേശു താമസിച്ചു, നടന്നു, കിടന്നു, ഇരുന്നു, കഴിച്ചു, ഭക്ഷിച്ചു, പഠിപ്പിച്ചു. ആ ചെറിയ കൂട്ടമല്ലേ ഇന്ന് ലോകത്തെ കീഴടക്കിയത്? ആ ചെറിയ കൂട്ടമല്ലേ ഇന്ന് ലോകം മുഴുവനും യേശുവിനെ ഉയർത്തിയത്? ചെറിയ കൾട്ടൊക്കെ കയറി വന്നെങ്കിൽ ക്രിസ്തു എന്ന നാമം ലോകം മുഴുവൻ എത്തിച്ചത് ഈ 11 പേരല്ലേ? അപ്പം കർത്താവിന് അബദ്ധം പറ്റിയില്ല. 10,000 പേർക്ക് അപ്പം നുറുക്കി കൊടുത്തെങ്കിലും യേശു സമയമെടുത്ത് പഠിപ്പിച്ചത് 12 പേരെയാണ്. കർത്താവിനറിയായിരുന്നു ഒരുപാട് പേരെ ഉഴപ്പി പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പേരെ നന്നായി പഠിപ്പിക്കുന്ന. കർത്താവ് നേതാക്കൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമയമെടുത്തത്, നേതാവാകാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയാണ്. പത്രോസിനെ മീൻപിടുത്ത സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പം പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ പിടിക്കാൻ പറ്റുകയില്ല. ഒരു മനുഷ്യന് 1000 മത്സ്യത്തെ പിടിക്കാം, 1 കോടി മത്സ്യത്തെ പിടിക്കാം. കാരണം മനുഷ്യൻ്റെ ബുദ്ധി മത്സ്യത്തിൻ്റെ ബുദ്ധിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനുഷ്യനെ വലയെടുത്തെറിഞ്ഞാൽ മീനെ പിടിക്കാം, ചൂണ്ടയിട്ട മീനെ പിടിക്കാം, കൊട്ട കൊണ്ട് കോരിയ മീനെ പിടിക്കാം. എങ്ങനെ പിടിക്കാൻ മേലാത്ത? കാരണം മത്സ്യത്തിന് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. പക്ഷേ മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കാനൊന്നും അങ്ങനെ പറ്റുകയില്ല. കാരണം ഞാൻ പിടിക്കാനാണെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവൻ നാട് വിട്ടിരിക്കും. പിന്നെ നമ്മളെ കാണുമ്പോഴേ അറിയാൻ പിടിക്കാനാണ് വരുന്നത്.
സ്തോത്രം. എന്നാ ഉണ്ട് വിശേഷം? മനസ്സിലായി, ചോദിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. മതം മാറ്റാനല്ലേ? മനസ്സിലായി. സ്തോത്രം. അപ്പം മനുഷ്യർക്ക് മനുഷ്യരെ പിടിക്കാനൊന്നും പറ്റിയല്ല. മീൻ പിടിക്കുന്നവനോട് പറയുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ, മീൻപിടുത്തത്തിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് മനുഷ്യരെ പിടിക്കാമെന്നൊന്നും അല്ല യേശു പറഞ്ഞത്. ഞാൻ ആക്കുമെന്നാണ് പറഞ്ഞത്. കർത്താവ് നമ്മിൽ രൂപാന്തരം വരുത്തിയാലേ നമുക്ക് നേതൃത്വത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മെ മോൾഡ് ചെയ്തെടുത്താൽ, രൂപപ്പെടുത്തിയെടുത്താൽ, വ്യത്യസ്തം വരുത്തിയാൽ, നമ്മളെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മനുഷ്യരെ പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പിടിക്കാൻ ചെല്ലുന്നവർ നമ്മളെക്കാൾ അറിവുള്ളവരാണ്. നമ്മൾ പിടിക്കാൻ ചെല്ലുന്നവർ നമ്മളെക്കാൾ എല്ലാം കൊണ്ടും മികച്ചവരായിരിക്കും. പക്ഷേ കർത്താവ് നമ്മെ അതിനു വേണ്ടി വിളിച്ചാൽ, അതിനു വേണ്ടി നിയോഗിച്ചാൽ, അതിനു വേണ്ടി അയച്ചാൽ അത് നടക്കും. അപ്പോൾ കർത്താവിൻ്റെ സഭയ്ക്ക് നേതൃത്വത്തെ വേണം. സ്തോത്രം. അവർ വേണം ജനത്തെ നയിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നേതാക്കളെ വേണം, സഹോദരിമാരെയും വേണം, സഹോദരന്മാരെയും വേണം. ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ, ആളുകൾക്ക് മാതൃകയാകാൻ, ഇങ്ങനെ പോക്കൂ എന്ന് പറയാൻ വേണം, ആളുകളെ വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ആഴ്ചയിൽ കുറേ കല്യാണം കൂടി, ഈ കഴിഞ്ഞ ആഴ്ചയിൽ, ഈ ആഴ്ച. അതിലൊരു കല്യാണത്തിൽ ഡൽഹിയിൽ നിന്നൊരു ദൈവദാസൻ വചനം പ്രസംഗിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇങ്ങനെ കഴിഞ്ഞു. മലയാളം ക്ലിയറല്ല, എന്നാലും അദ്ദേഹം പ്രസംഗിച്ച് വന്നപ്പോൾ 25 വർഷത്തെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ വാർഷികം, ഫാമിലി വിവാഹ വാർഷികം 25 വർഷം തികഞ്ഞപ്പോൾ അവരുടെ ചർച്ചിൽ, അവരുടെ ഫെയ്ത്ത് ഹോമിൽ ഒരു സ്തോത്ര പ്രാർത്ഥന, താങ്ക്സ് ഗിവിങ് പ്രയർ വെച്ചു. ആ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഈ മാതൃകാ കുടുംബത്തെ അഭിനന്ദിച്ചൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ഇവർക്ക് സമയം കൊടുത്തപ്പോൾ ഇവരുടെ ഇളയ മോൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. നിങ്ങളൊക്കെ ഒരുപാട് നല്ല കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളും കൂടെയുള്ള ജീവിതം സന്തോഷകരമായി പോകുന്നതിൻ്റെ യഥാർത്ഥ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. കുഞ്ഞു പ്രായം തൊട്ട് ഞാൻ അനുഭവിച്ച പീഡനം അഥവാ പ്രയാസം, വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന കൃത്യമായി പാലിക്കാതെ ഒറ്റ ദിവസം ഞങ്ങൾക്ക് കിടക്കാൻ ഒക്കുകയില്ല. എല്ലാവരും ബൈബിളിൽ നിന്നൊരു ഭാഗം വായിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, അത് കഴിഞ്ഞ് പപ്പ പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾക്കൊരു നേരം സന്ധ്യയാകത്തുള്ളൂ. സന്ധ്യയായി ഉഷസ്സുമായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യയാകണമെങ്കിൽ അതിന് ക്ലോക്ക് അല്ല തീരുമാനിക്കുന്നത്, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാലേ സന്ധ്യയാവുള്ളൂ. ഇതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം. ഞാൻ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, കുടുംബജീവിതത്തെക്കുറിച്ച് ഇപ്പം ടെലിവിഷനിൽ പ്രസംഗിക്കുന്നവർ വിവാഹമോചനം കഴിഞ്ഞവരാ. ആരാന്ന് ചോദിക്കരുത്. സ്തോത്രം. ഞാൻ പാസ്റ്റർമാരുടെ കാര്യമല്ല പറഞ്ഞത്. ഫാമിലി കൗൺസിലിംഗ് ടി വിയിൽ വരുന്നുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മറുപടി പറയുന്ന 3 പേരെ ഞാൻ ശ്രദ്ധിച്ചു. 3 ഡിവോഴ്സ്ഡാണ്. അപ്പോൾ സൗകര്യമല്ലേ? ഇനിയിപ്പോൾ പറഞ്ഞാൽ പോരെ, ഈ വിധത്തിലൊന്നും വേണ്ടല്ലോ. ജോസഫ് പുത്തമ്പരയിൽ അച്ഛൻ ഫാമിലിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ ഇപ്പം ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്ന പ്രസംഗം പുള്ളിയുടെയാണ്. എന്തെങ്കിലും ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഇതൊന്ന് കേട്ടാൽ മതി. കുറച്ച് നേരം ചിരിച്ചു കഴിയുമ്പോൾ ആ ടെൻഷൻ മാറും. ചിരിയുടെ ഒരു പ്രസംഗം അത്. അതിനകത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചു, അച്ഛോ, അച്ഛൻ കല്യാണം കഴിച്ചതാണോ? അല്ലല്ലോ മോനെ. പിന്നെ അച്ഛൻ എങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഷുഗർ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഷുഗർ വേണോ? വേണ്ട.
പുള്ളി അത് ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചു. കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്ക് കുടുംബജീവിതം വേണ്ടെന്ന് കണ്ടോ. ഇതാണ് നമ്മുടെ ലോകത്ത് ഇപ്പം നടക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നത്. ഈ വഴി തെറ്റിയവരാ വഴി കാണിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ദൈവദാസൻ്റെ പ്രസംഗത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ മോൾ എഴുന്നേറ്റ് അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് വേണം ഫാമിലി സെമിനാർ നടത്തിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഭാഷ ഒത്തില്ലേലും, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പോയിൻ്റ് മുഴുവൻ ഒത്തില്ലേലും, അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജിന് സപ്പോർട്ടീവായിരിക്കും. കർത്താവിന് ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. ലീഡേഴ്സിന് നല്ല തോള് വേണം, നല്ല തോള് വേണം, പെട്ടകം ചുമക്കുന്ന തോള് വേണം. എനിക്ക് തോന്നുന്നു അവരുടെ തോളെ തഴമ്പ് കാണും. ഒലക്ക പോലൊരു സാധനം ഈ പെട്ടകത്തിൻ്റെ 2 സൈഡിലുള്ള വളയത്തിൽ കൂടെ കടത്തിയിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് 2, 3, 4 പേരൊക്കെ മാറി മാറി അത് പിടിക്കണം. അങ്ങനെ തോളയിലാണ് ഈ സാധനം ചുമക്കേണ്ടത്. കാലം മാറി വരുമ്പോൾ അത് വണ്ടിയെ കയറ്റിയിട്ട് ഒരാൾ മരിച്ചു പോയി, ഷോക്കടിച്ച് മരിച്ചു പോയതൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥയൊന്നും മാറ്റാൻ ഒരു കാലഘട്ടത്തിൽ ആർക്കും അവകാശമില്ല. എത്ര പുരോഗമിച്ചാലും എത്ര സൗകര്യങ്ങളുണ്ടായാലും ദൈവം വെച്ച വ്യവസ്ഥകൾ മാറ്റാതിരിക്കുക. ഞാൻ ഉദാഹരണമല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ടങ്ങ് പറഞ്ഞേക്കാം. ദൈവം വെച്ച വ്യവസ്ഥ മാറ്റുമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പായോ മാറ്റോ ഇല്ലാതെ പച്ച മണ്ണിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവനാണ്. പൗലോസ് കടൽക്കരയിൽ മണലിനകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചവനാണ്. എസ്ര, നെഹമ്യാവൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു. നെഹമ്യാവ് ഗവർണറായിരുന്നു, അയാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേലിനെ വേണേ ഒരു IFS ഓഫീസർ എന്ന് വിളിക്കാം, അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. നമുക്ക് സൗകര്യം വർദ്ധിച്ചപ്പോൾ നമുക്ക് മുട്ടുകുത്താൻ മേല എന്ന് പറയുന്നത് നമ്മൾ അനുവദിച്ചു കൊടുത്തു. നമ്മുടെ ജഡത്തെ നമ്മളങ്ങനെ ആക്കിയെടുത്തു. ഇപ്പം മുട്ടുവേദനയാണ്. ഇനിയിപ്പം മുട്ടുവേദന ആയെങ്കിൽ ഇനി നിവൃത്തിയില്ല, ഇനി സെറ്റിയിലിരുന്ന് പ്രാർത്ഥിച്ചോ. പക്ഷെ മുട്ടുവേദന തുടങ്ങുന്നതിന് മുമ്പ് ആ മുട്ടുകുത്തും ഉള്ള പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്തോത്രം. സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന അവസാനം വരെ ചെയ്യാം. സ്തോത്രം. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ മാറ്റരുത്. മാതാപിതാക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെങ്കിൽ പിള്ളേരിത് കാണും. ആരോ ഒരു പ്രസംഗത്തെ ഉദാഹരണം പറയുന്നത് കേട്ടു. ഒരു വീട്ടിലൊരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ആ പാസ്റ്റർ, എല്ലാവരും സെറ്റ് ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആ പാസ്റ്റർ മാത്രം കണ്ണടച്ചു. എല്ലാവരും കണ്ണടച്ചപ്പോൾ പാസ്റ്റർ താഴെ ഇറങ്ങി മുട്ടുകുത്തിയിരുന്നു. അപ്പോൾ അവിടുത്തെ മകൻ്റെ മകൻ വന്ന് പാസ്റ്ററുടെ പുറത്ത് കയറിയിരുന്നു. കാരണം അവിടെ ആകെ കൂടെ മുട്ടുകുത്തുന്ന കൊച്ചിനെ ആന കളിപ്പിക്കാനാണ്. കൊച്ചുമക്കളെ ആന കളിപ്പിക്കാൻ വല്യപ്പച്ചൻ മുട്ടുകുത്തും. അതേ ഈ വീട്ടിൽ മുട്ടുകുത്തി കണ്ടിട്ടുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കാത്തതും അറിയാൻ മേല, അത് പോളി കയറിയിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ഗതികേട് വരാതിരിക്കാൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്, ഞാനാണ്. സ്തോത്രം. ശാരീരികമായി ക്ലേശമുള്ളവർ ക്ഷമിക്കണം ഞാനീ പറഞ്ഞത്. ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ മറികടക്കാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ജഡത്തെ നമ്മൾ തോപ്പിക്കണം, ജഡം നമ്മളെ തോപ്പിക്കരുത്. അലസതയെ നമ്മൾ കീഴടക്കണം, അലസത നമ്മളെ കീഴടക്കരുത്. ദൈവത്തിന് നേതൃത്വത്തെ ആവശ്യമുണ്ട്. നമ്മൾ മാതൃകയാകേണ്ടവരാണ്. വഴിയറിയാത്ത ജനത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് നേതാക്കൾ എന്ന് വാക്യം 3 നമ്മളോട് പറയുന്നു. നമ്മൾ വായിക്കുന്ന വേദഭാഗത്ത് യോശുവ 3:3 വായിച്ചേര്. ആമേൻ. പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ടാണ് അവരെ വെച്ചിരിക്കുന്നത്.
അവരെ പെട്ടകം ചുമന്നുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ടതിൻ്റെ പിന്നാലെ ചെല്ലണം. ദൈവത്തിന് അന്നും ഇന്നും നയിക്കുവാൻ ആളുകളെ വേണം. അവർ പെട്ടകം ചുമന്നുകൊണ്ട് വരികയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകത, അവരുടെ തോളയിൽ പെട്ടകമുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്നത് വലിയൊരു കാര്യമാണ്. ഈ തലമുറയിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ചുമക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുതന്നെയാണ് പെട്ടകം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ അത് കാണിക്കുന്നു. നിഴലും പൊരുളും പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെയാണ് ഈ പെട്ടകം നമുക്ക് വെളിപ്പെടുത്തുന്നത്. പെട്ടകം പവർഫുള്ളാണ്, പക്ഷെ പെട്ടകത്തിന് കാലില്ല. ചുമക്കാൻ ആൾ വേണം. സുവിശേഷം ദൈവശക്തിയാണ്, പക്ഷെ ചുമക്കണമെങ്കിൽ ആരെങ്കിലും വരണം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. പക്ഷേ ആ ദൈവശക്തി തിരുവല്ലായി വരണമെങ്കിൽ ഒരു സുവിശേഷകൻ അത് ചുമന്നിവിടെ കൊണ്ടുവരണം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാണ്. അത് തിരുവനന്തപുരത്ത് ആ ശക്തി എത്തണമെങ്കിൽ ഒരു സുവിശേഷകൻ ഇത് തോളെ ചുമന്ന് അവിടെ എത്തിക്കണം. പെട്ടകം ദൈവശക്തിയാണ്, ദൈവ സാന്നിധ്യമാണ്. അത് സൗഖ്യമാക്കുന്നതാണ്, അത് യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നതാണ്, അത് മതിലുകളെ തകർക്കുന്നതാണ്, അത് യോർദാനെ വറ്റിക്കുന്നതാണ്. എല്ലാം ചെയ്തുകൊള്ളും, പക്ഷെ ഇതവിടെ എത്തിക്കണം. ഈ പെട്ടകം ഒരു വീട്ടിൽ കൊണ്ടുവന്നാൽ ആ വീട്ടിന് വിടുതലാണ്. എത്ര പ്രാവശ്യം നമ്മൾ ആ ഭാഗം വായിച്ചിട്ടുള്ളതാ. ഇതൊരു വീട്ടിലൊന്ന് എത്തിക്കണ്ടേ, ആ വീടൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ. ഇതാ വീട്ടിൽ ആര് കൊണ്ട് എത്തിക്കും? ശാപം കയറിക്കിടക്കുന്ന വീടുകൾ, വഴക്കും സൗന്ദര്യപ്പിണക്കവും അടിപിടിയും ശാപവും മദ്യപാനവും ആത്മഹത്യയുടെ ചിന്തയും മരണഭീതിയും തളം കെട്ടിക്കിടക്കുന്ന വീടുകളിലോട്ട് പെട്ടകം ഒന്ന് എത്തിക്കാൻ ആരുണ്ട്? എത്തിച്ചാൽ പിന്നത്തെ കാര്യം അത് ചെയ്തോളൂ. സ്തുതിക്കുന്നു. ജനത്തിന് വഴിയറിയില്ല, പക്ഷെ പുരോഹിതന്മാർ വഴി അറിയണം. ലീഡേഴ്സ് വഴി അറിയണം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ. 3:14. അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിലേക്ക് വന്നു. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ആമേൻ. മതി. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. നേതൃത്വത്തിൻ്റെ ജോലി റിസ്ക്കാണ്. എപ്പോഴും ബുദ്ധിമുട്ട് പിടിച്ചതാണ്. നേതൃത്വം വഴിയറിഞ്ഞാൽ മാത്രം പോരാ, നേതൃത്വം വഴി വെട്ടുകയും വേണം. ഇന്ന് വരെ ഇല്ലാത്തൊരു റോഡ് ഇപ്പോൾ അവരുണ്ടാക്കുകയാണ്. ഉള്ള റോഡെ പോകാൻ പോലും ജനങ്ങൾ മടിക്കുമ്പോൾ ഇല്ലാത്ത റോഡ് എങ്ങനെ പോകും? ഇവിടെ ഇതാ ജീവിതത്തിൽ ഇന്ന് വരെ ആരും പോകാത്തൊരു വഴി ജനത്തിനു വേണ്ടി ഇവർ ഉണ്ടാക്കുകയാണ്. ഇവരല്ല ദൈവം ആ ചെയ്യുന്നതെങ്കിലും ഇവരെ ദൈവം അതിന് ഉപയോഗിക്കുക. നേതൃത്വം വളരെ മനോഹരമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ വളരെ വിലയേറിയതാണ്. നാം അതിനെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മിലൂടെ അത് ചെയ്യും. പക്ഷെ ഇതിനകത്തുള്ളൊരു റിസ്ക്, ഇതിനകത്തുള്ള ആ കഷ്ടപ്പാടെന്ന് പറയുന്നത്
ആ വെള്ളത്തിലോട്ട് കാലൊന്ന് വെക്കണം. ആദ്യത്തെ കാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരം കര കവിഞ്ഞൊഴുകും. അതിലോട്ട് കാല് വെച്ചാൽ അവനെയും കൊണ്ടുപോകും ആ ഒഴുക്ക്. ഇതാണ് ചരിത്രം ഇന്ന് വരെ പറയുന്നത്. ആ ഒഴുകുന്ന പുഴ ഇവരോട് പറയുന്നത്, ഇതിലോട്ട് കാല് വെച്ചാൽ നിൻ്റെ ജീവിതം തീരും, തിരിച്ചു നിനക്ക് പോകാൻ ഒക്കത്തില്ല, നിൻ്റെ വീട്ടിൽ നീ പോകത്തില്ല, ഇവിടം കൊണ്ട് തീരുമെന്ന വെല്ലുവിളിക്കുന്ന ആ തിരമാലയുടെ മുകളിലോട്ടാണ് കാല് വെക്കേണ്ടത്. നേതൃത്വം വഴി അറിയണം എന്ന് മാത്രമല്ല, വഴി വെട്ടണം. നിലവിലുള്ള വഴിയെ പോകുവാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പുതിയ വഴിയെ വിടാൻ ദൈവം ആഗ്രഹിക്കുക. ആ വെള്ളത്തിന് മുകളിലോട്ട് കാല് വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പൊന്നും അങ്ങനെ വെള്ളം നിന്നിട്ടൊന്നുമില്ല, പരിചയങ്ങളൊന്നും ഇവർക്കില്ല. പരിചയമുള്ള കാര്യമൊന്നും അല്ല ദൈവദാസന്മാരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത അങ്ങ് ചെയ്യിപ്പിക്കുക. ചെയ്ത് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാ എന്തുവാ ഞാൻ ചെയ്തത്, ദൈവം ഇത്രയും ചെയ്യിപ്പിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കും ദൈവദാസന്മാർ. ഒരിക്കൽ പോലും പരിചയമുള്ള കാര്യമല്ലിത്. ഇവൻ്റെ വീട്ടിൽ ആരും അത് ചെയ്തിട്ടില്ല. ഇവന് ഒരു എക്സ്പീരിയൻസും ഇല്ല. ദൈവത്തിലുള്ള വിശ്വാസം മാത്രമേ ഇപ്പം കൈമുതലായിട്ടുള്ളൂ. കർത്താവിൻ്റെ സാന്നിധ്യം ആണ് അവരെ അതിന് ബലപ്പെടുത്തുന്നത്. ഇത് പ്രസംഗിക്കുമ്പോൾ എളുപ്പമാണെങ്കിലും ഇത് പ്രാക്ടിക്കലി വരുമ്പം നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ കാല് ചവിട്ടിയപ്പോൾ ഒഴുക്ക് നിന്നു. വലിയ കല്ല് കൊണ്ടുവന്നിട്ട് കെട്ടിയാൽ നിൽക്കാത്ത ഒഴുക്ക് ഈ ബലഹീനമായ കാല് വെച്ചപ്പോൾ നിന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നിന്നിട്ടുള്ള മുഴുവൻ അഭിഷിക്തന്മാർക്കും ഇത് അനുഭവത്തിലുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ ഒഴുക്കുകൾ നിന്നിട്ടുണ്ട്, എത്രയോ വഴികൾ ദൈവം തുറന്നിട്ടുണ്ട്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും പുതിയ കാലുകൾ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള നിയോഗമുണ്ടോ? അതിനുള്ള പ്രേരണ ലഭിച്ചിട്ടുണ്ടോ? പുതിയ കാൽവെപ്പുകൾക്ക് ദൈവം എന്തെങ്കിലും പ്രേരണ തരുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളായിട്ട് പരിചയമില്ലാത്ത കാൽവെപ്പുകൾ നടത്താൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒഴുക്കുകളെ ഭയപ്പെടണ്ട, ഒഴുക്കുകളെ ഭയപ്പെടണ്ട. കാല് വയ്ക്കുമ്പോൾ അറിയാം വെളിപ്പെടുന്ന ദൈവശക്തി. കാല് വയ്ക്കുമ്പോൾ അറിയാം കാലിൽ ഇത്ര പവർ ഉണ്ടെന്ന്. നിനക്കറിയാത്ത ശക്തിയാണ് നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ശക്തിയുള്ള ഒരു അഭിഷേകമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നീ ഒരു കാല് വെച്ചിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ആ ഒഴുക്ക് വെയിറ്റ് ചെയ്യുക. Praise the Lord. പിന്നീട് സങ്കീർത്തനക്കാരൻ കവിത എഴുതി, സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. ഞാൻ ശുശ്രൂഷയുടെ ആരംഭകാലത്തൊക്കെ അത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകില്ലാത്തതുകൊണ്ട് അത് പ്രസംഗിക്കുകയില്ല. മനസ്സിലാകാത്തത് എന്തിനാണ് പ്രസംഗിക്കുന്നത്? മനസ്സിലായത് പ്രസംഗിക്കാമല്ലോ. സമുദ്രം കണ്ടോടി. ആരോടി? സമുദ്രം കണ്ട് വിശ്വാസികൾ ഓടി. യോർദാൻ പിൻവാങ്ങിപ്പോയി. ഒന്നും പിടികിട്ടിയില്ല. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിശ്വാസികളെ കണ്ട് സമുദ്രം ഓടിയ കാര്യം എഴുതിയിരിക്കുക. പക്ഷെ ആ കവിത വായിക്കുമ്പോൾ തർജ്ജിമ വന്നൊരു ചെറിയ മിസ്റ്റേക്ക്. സമുദ്രം കണ്ടോടി, സമുദ്രം വീണ്ടെടുക്കപ്പെട്ടവരെ കണ്ട് തിരിച്ചു പോയെന്നാണ് ഈ യോർദാനിലെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാചകം വരുമ്പോഴത് ക്ലിയർ ആകുന്നത് യോർദാൻ പിൻവാങ്ങിപ്പോയി.
എന്നിട്ട് കവി ചോദിക്കുക, കവികളുടെ ഭാഷയാ, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? സമുദ്രമേ നീ ഓടുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. അതെന്താ അങ്ങനെ കവി ചോദിച്ചത്? ചരിത്രത്തിൽ പുഴ ആർക്കും വേണ്ടി വഴിമാറിയിട്ടില്ല. ചരിത്രത്തിൽ പുഴ ആർക്കും വേണ്ടി വഴിമാറിയിട്ടില്ല. ദൈവത്തിന്റെ വചനവും എടുത്തുകൊണ്ട് കാലെടുത്ത് വെച്ചവന് വേണ്ടി മാത്രമേ പുഴ പിന്മാറിയിട്ടുള്ളൂ. ഇവിടെ കണ്ടുപിടുത്തങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും, പലതും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ നദിയെ ഗതി മാറ്റി ഒഴുക്കിയ ആരും ഇവിടെ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അത് അഭിഷിക്തന്മാർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നേതൃത്വം വഴിവെട്ടുന്നവരാണ്. ജീസസ്. കൊങ്കൺ റെയിൽവേ പണിതപ്പോൾ എത്ര പേര് മരിച്ചു? പക്ഷേ കൊങ്കൺ റെയിൽവേ കൂടെ യാത്ര ചെയ്യുന്നവർ വല്ലതും ഇത് ചിന്തിക്കുന്നുണ്ടോ? ബോംബെക്ക് പോകുമ്പോൾ എത്ര മണിക്കൂറാണ് ലാഭം കിട്ടിയത്? വെറുതെ ഇരുന്നാൽ പോരെ. എത്രയോ പേര് അതിനകത്ത് ചത്തുപോയി പണിയുടെ ഇടയ്ക്ക്. പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പം ചിലപ്പം മുറിവുണ്ടായെന്നിരിക്കും, ചിലപ്പോൾ മരണവും ഉണ്ടായെന്നിരിക്കും. പക്ഷെ ലക്ഷങ്ങൾ പിന്നീട് ആ വഴിയെ പോകും, പതിനായിരങ്ങൾ പിന്നീട് ആ വഴിയെ സുഗമമായ യാത്ര ചെയ്യും. പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഇവിടെ ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം നേതൃത്വത്തെ തിരയുന്നു. അതിനെപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അത് തുറച്ചു നോക്കാൻ ആളുകളുണ്ടാവും, അതിനകത്തൊരു പരാജയം കാണാനും ആളുകൾ ആഗ്രഹിക്കും. സ്തോത്രം. ആമേൻ. കാല് വയ്ക്കുമ്പോൾ ഒഴുക്ക് നിന്നു എന്ന് പറയുന്ന വാക്യം നിങ്ങൾ അടിവരയിട്ട് ധ്യാനിക്കണം. ഒഴുക്കുകൾ നിന്നിട്ട് കാല് വയ്ക്കാൻ നിന്നാൽ കാലും വയ്ക്കുകയില്ല, ഒഴുക്ക് നിൽക്കുകയില്ല. ഒഴുക്ക് നിന്നിട്ട് കാല് വയ്ക്കാൻ നോക്കിയവരാരും കാല് വെച്ചിട്ടില്ല. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മഴയെ നോക്കുന്നവൻ കൊയ്യത്തില്ല. ഒഴുക്കൊക്കെ അങ്ങനെ ഒഴുകും. പ്രത്യേകിച്ച് കര കവിഞ്ഞൊഴുകുക. പക്ഷേ തമ്പുരാൻ പറഞ്ഞിട്ടൊരുത്തൻ കാല് വയ്ക്കുമ്പോൾ അവിടെ നിൽക്കും. ഈ ലോകത്തിലൊരു ശക്തിയും ഒരു അഭിഷിക്തൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കത്തില്ല. ഇത് വചനമാണ്, ഇത് വചനമാണ്, ഇത് വചനമാണ്, ഇത് സത്യമാണ്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതിയ വഴിയെ ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, നയിക്കുന്നവർക്ക് നല്ല ക്ഷമ വേണം. വാക്യം 17. യഹോവയുടെ നിയമപെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. എത്ര നേരം നിന്നെന്ന് ഊഹിച്ചു പറയാവോ? എത്ര നേരം നിന്നു എന്ന് എന്തെങ്കിലും ഒരു ഊഹം പറയുമോ? 10 മിനിറ്റ് നിന്ന് കാണുമോ? പതിനഞ്ച് മിനിറ്റ് നിന്ന് കാണുമോ? മണിക്കൂറുകൾ നിന്ന് കാണും. എന്താ തെളിവ്? ജനം മുഴുവൻ കടന്നു തീരണം. എത്ര ജനമുണ്ട്? നിങ്ങളത് ഹോംവർക്ക് ചെയ്ത് കൂട്ടി നോക്ക്. ഭയങ്കര ജനക്കൂട്ടാ. കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾ ഗേറ്റ് കടന്ന് തീരണേ 3 മണിക്കൂർ എടുക്കും. എത്ര പേരുണ്ടെന്നറിയോ? മാക്സിമം 25,000 പേര്. 25 ലക്ഷം ജനം കടന്നു തീരണമെങ്കിൽ എത്ര നേരം നിൽക്കണം? അപ്പം അത് വെച്ച് പല കാര്യം പഠിക്കാം. അവിടെ തുറന്ന വഴിക്ക് എത്ര വീതി കാണും? സ്തോത്രം.
ഇതെല്ലാം പഠിക്കേണ്ട കാര്യമാണ്. പോട്ടെ, നമുക്ക് ഇന്നത്തെ ദൂത് ഇത്രയും ഒരു ചിന്ത ഇവിടെയുള്ളത്, ഈ ജനം മുഴുവൻ അക്കരയെത്തുവോളം ഈ പുരോഹിതന്മാർക്ക് റെസ്റ്റില്ല. സ്തോത്രം. 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 നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് നേരം കൈ കഴിക്കുമ്പോൾ വേറൊരാളുടെ കൊടുക്കാം. പക്ഷെ കൊടുക്കാൻ പറ്റാത്ത സാധനമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വഴിയോ പോണവരോട് ഒന്ന് പിടിക്കാമെന്ന് ചോദിക്കുമോ? ഇല്ല. ഇപ്പം കൊടുക്കാൻ മേലാത്ത സാധനമുണ്ട്. ഇവരുടെ തൊള്ളയിരിക്കുന്ന സാധനം വേറൊരാളുടെ കൊടുക്കാൻ പറ്റിയല്ല. പുരോഹിതന്മാർക്ക് മാത്രമേ ഇത് പിടിക്കാൻ ഒക്കത്തുള്ളൂ. ഭയങ്കര ക്ഷമ വേണം ഈ ശുശ്രൂഷയ്ക്ക്. സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എനിക്കൊരു ജോലിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, വേലയ്ക്ക് പോകണമെന്നും ആഗ്രഹമുണ്ട്, ഏത് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു. എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് വെച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, ജോലിക്ക് തന്നെ പൊക്കോളം പറഞ്ഞു. അയ്യോ അതെന്നാ പാസ്റ്റർ, ഒരു പാസ്റ്റർമാരിങ്ങനെ പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, വേലയ്ക്ക് ഇറങ്ങിയേച്ച് പിന്നെ ജോലിക്ക് പോകാനൊക്കെയല്ല, ജോലിക്ക് പോയേച്ച് പിന്നെ വേലയ്ക്ക് പോകാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സോദര, 2 ഓഫർ വന്നിരിക്കുന്ന ഏതെടുക്കണമെന്ന് ചോദിച്ചാൽ രണ്ടും വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അത് തീരട്ടെ, ആ കൂടെ സുവിശേഷം എല്ലാം ചെയ്തു, അതിനെന്നെ കുഴപ്പമുള്ള. ഞാൻ ഇനിയും ജോലി ചെയ്യുകയില്ല, വേലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേച്ച് ഇത് പിന്നെ ഒരാളുടെ കൊടുക്കാൻ പറ്റിയല്ല. ചേട്ടാ ഒന്ന് പിടിച്ച് പറ്റുകയില്ല. സ്തോത്രം. ട്രെയിനെ ചീട്ടുകളി നടക്കുക. ട്രെയിനേൽ ഉണ്ടല്ലോ, കമ്പാർട്ട്മെൻറ്റിൽ ചീട്ട് കളിക്കുമല്ലോ. ഒരച്ഛൻ റിക്കാർഡ് വീതം കട്ട് ചെയ്തേക്കണേ, കുപ്പായ ഊരിയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുകയായിരുന്നു. ചീട്ടുകളി അറിയാവുന്നതുകൊണ്ട് അവിടെ പോയി നിന്നു. ഇരിക്കുന്ന പുള്ളിക്ക് ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഇതൊന്ന് പിടിക്കാൻ പറഞ്ഞു. അത് വേറൊരുത്തൻ ഫോട്ടോ എടുത്തു. തീർന്നില്ലേ അച്ഛൻ്റെ പണി? കൈമാറാൻ മേലാത്ത സാധനമുണ്ട്, കൈവെക്കാൻ മേലാത്ത സാധനമുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക് റെസ്റ്റില്ല. യഥാർത്ഥ ശുശ്രൂഷകൻ 24 മണിക്കൂറും വർക്കിങ്ങിലാണ്. ലോകത്തിൽ മറ്റേതൊരു ജോലിക്കും ഒരു റെസ്റ്റ് ടൈമുണ്ട്. കർത്താവിൻ്റെ വേലക്കാരൻ ഉറങ്ങുമ്പോഴും പ്രാർത്ഥനയാണ്, ഉറങ്ങുമ്പോഴും ധ്യാനിക്കുക, കണ്ണടയ്ക്കുമ്പം പ്രാർത്ഥിക്കുക, കണ്ണ് തുറക്കുമ്പോഴും പ്രാർത്ഥിക്കുക. 24 മണിക്കൂറും ഈ ഹൃദയം ഇതിനകത്താണ്. പൗലോസ് പറയുന്നു, സകല സഭകളെക്കുറിച്ചുമുള്ള ചിന്താഭാരം എന്ന തിരക്ക് എനിക്കുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഇത് ചുമന്നുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ നിന്നു. പക്ഷെ ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്, ഈ ജനം അക്കരയ്ക്ക് പോണത് കാണാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത വഴിയെ ലക്ഷക്കണക്കിന് മനുഷ്യർ നടന്ന് 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 അക്കരെ നാട്ടിലേക്ക് കയറുന്നത് ഇവർക്ക് കണ്ട് തൃപ്തി അടയാം. ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നന്മയല്ല. ക്രിസ്തീയ ശുശ്രൂഷയിൽ നമുക്കൊരു സാമ്പത്തിക നന്മ തന്നാൽ അതൊരു ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നല്ലാതെ അതല്ല ഇതിൻ്റെ പ്രതിഫലം. അത് വേണമെങ്കിലും അതൊരു പ്രധാന ഘടകമല്ല. ക്രിസ്തീയ ശുശ്രൂഷയിലെ സംതൃപ്തി എന്ന് പറയുന്നത് ജനം യോർദാൻ കടക്കുന്നതാണ്. ഒരു വലിയ സമൂഹത്തെ അക്കരയ്ക്ക് പറഞ്ഞുവിടാൻ സാധിക്കുന്നതാണ് ഈ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ ധനികനും
ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനും ഇവിടുത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും നരകത്തിലോട്ടാണല്ലോ പോണത്. അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തലച്ചോറ് സെമിത്തേരിയിലോട്ട് പോയി ദ്രവിച്ചു പോവുകയല്ലേ. ഒരുപാട് ഡിഗ്രികൾ നേടിയ മനുഷ്യനും മോർച്ചറിയിലോട്ട് പോയി ഒതുങ്ങുകയല്ലേ. യോർദാന്റെ അക്കരെ കടക്കാൻ കഴിയുന്ന ഒരൊറ്റ മാർഗം ഈ ഭൂമിയിലുള്ളത് നമ്മുടെ കയ്യിലല്ലേ. നിത്യതയുണ്ടോ, മരണാനന്തര ജീവിതമുണ്ടോ, പുനരുദ്ധാനം ഉണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഒരു മതത്തിലും ഇല്ല പ്രിയപ്പെട്ടവരെ. എന്തൊക്കെയോ ഊഹങ്ങളല്ലാതെ ആരെങ്കിലും തീർത്തു പറയുന്നുണ്ടോ യേശുവിനെ പോലെ? എൻ്റെ അടുക്കൽ വരുന്നവൻ മരിച്ചാൽ ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, ഞാനവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. എൻ്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ഇങ്ങനെയൊക്കെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഇത്ര ക്ലിയറായിട്ടും റിയലായിട്ടും പറഞ്ഞ യേശു തമ്പുരാൻ വ്യാജം പറയത്തില്ലല്ലോ. മരണത്തിനപ്പുറത്തെ ജീവിതം എന്താണെന്നോ ഏത് വിധമാണെന്നോ വിശദമായി വിവരിക്കാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷേ യേശുവിനെ എനിക്ക് വിശ്വാസമാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഇതിനപ്പുറത്ത് ഇപ്പം ഞാൻ ഈ യോഗം കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോണേ. എന്തിനാ വീട്ടിൽ പോണേ? എൻ്റെ വീട് തിരുവല്ലയിലുള്ള എല്ലാ വീടിനേക്കാളും വലുതായതുകൊണ്ടല്ല. എൻ്റെ വീട് തിരുവല്ലയിലുള്ള എല്ലാ വീടിനേക്കാളും വില കൂടിയ മാർബിളിട്ടത് കൊണ്ടല്ല. എൻ്റെ ഭാര്യയും എൻ്റെ പ്രിയപ്പെട്ടവരവിടെ ഉള്ളതുകൊണ്ടാണ്. സ്വർഗം എനിക്ക് വിലയേറിയതാകുന്നത് യേശു അവിടെ ഉള്ളതുകൊണ്ടാണ്. സ്വർഗത്തിൻ്റെ തെരുവിൽ സ്വർണ്ണമുണ്ടെന്നും അവിടെ അതുകൊണ്ട് ഇതുണ്ടെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വർണം കാണാനോ സ്ഫടികം കാണാനോ മുത്തുകൾ കാണാനോ ഒന്നും സ്വർഗത്തിൽ പോകണ്ട. അവിടെയും നമ്മൾ ഭൗതികമല്ല പ്രതീക്ഷിക്കേണ്ടത്. യേശുവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനെന്നാണ് അവൻ്റെ പേര്. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനെന്നല്ലേ അവൻ്റെ പേര്. അവനകത്തുള്ളതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്ന ഇങ്ങനെ ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അപ്പോൾ യേശുവിനോട് കൂടെ ജീവിക്കുന്ന നിത്യജീവിതം, ആ സ്വർഗം, ആ പർദീസ, ആ മനോഹരമായ അനുഭവം, ഇത് ലോകത്തിന് കൊടുക്കാൻ ധൈര്യമുള്ള ഒറ്റയാളേ ഉള്ളൂ, സുവിശേഷകൻ. ഭൂമിയിലെ മറ്റു മതങ്ങൾക്കൊന്നും ഒരു സ്വർഗത്തിൻ്റെ പ്രതീക്ഷയില്ല. ആധികാരികമായി വ്യക്തമായി പാപമോചനത്തിൻ്റെയും നിത്യതയുടെയും ഒരു സന്ദേശം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. സഹോദരിമാരെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. സഹോദരന്മാരെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. നമുക്ക് തർക്കിക്കാൻ അറിയില്ലായിരിക്കും, പറഞ്ഞ് തെളിയിക്കാൻ അറിയില്ലായിരിക്കും, പറഞ്ഞ് സ്ഥാപിക്കാൻ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഒന്നും പേടിക്കണ്ട, ഈ ഒരൊറ്റ സത്യം ഉള്ളുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ജനം വിശ്വസിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ നേതൃത്വത്തിൻ്റെ ക്ഷമ, ഇവർക്ക് അങ്ങനെ വലിയ കഴിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാരും അത്ര വലിയ കഴിവുള്ളവരൊന്നുമല്ല. പക്ഷേ ഇവരെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചതുകൊണ്ട് ഇവർ ആ പെട്ടകം ചുവന്നുകൊണ്ട് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്, നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം ഗതി മാറി പുറകോട്ടൊഴുകുക, ഇങ്ങോട്ട് വരുന്നില്ല. ഇതിങ്ങോട്ട് വരണമെങ്കിൽ പുരോഹിതന്മാർ ഇവിടുന്ന് മാറും. അപ്പം യോർദാൻ പിൻവാങ്ങിയെന്ന് പറയുന്ന ഒരത്ഭുതമല്ല, ഓരോ സെക്കൻഡിലും അവിടെ അത്ഭുതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഈ വെള്ളത്തെ പിടിച്ച് നിർത്തിയിരിക്കുക അവരുടെ സാന്നിധ്യം. പക്ഷേ ഈ അത്ഭുതങ്ങൾക്കൊരു പ്രശ്നമുള്ളത്, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. ദൈവം അങ്ങനെ പല അത്ഭുതം ചെയ്തതാണ്, നമ്മൾ മറന്നുപോകും. ഇവർ ഈ യോർദാനിൽ ഇങ്ങനെ നിൽക്കുന്ന ആ നിപ്പിൽ
മറക്കരുത് എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഒറ്റ സെക്കൻഡ് മതി ഈ വെള്ളം തിരിച്ചു വന്ന് മൂടാൻ. ശുശ്രൂഷയിൽ നിൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, സീരിയസ്നെസ്, ക്ഷമ മാത്രമല്ല, സീരിയസ്നെസ്. ഇത് കളിയല്ല, മരണക്കളിയാ. തലയ്ക്ക് മോളി വന്ന് വെള്ളം വീഴാവുന്ന സ്ഥലത്തായി നിൽക്കുന്നത്. ജീവനും മരണവും തമ്മിൽ ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ നിൽക്കുന്നത്. ഏത് സമയത്തും അപകടം വരാം. ഈ ശുശ്രൂഷകർ വളരെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. ക്രിസ്തീയ ശുശ്രൂഷയിൽ അല്പമെങ്കിലും നേതൃത്വത്തിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ചെറിയ തോതിലെങ്കിലും നേതൃത്വത്തിൽ നിൽക്കുന്നെങ്കിൽ, ഇത് കളിയല്ലെന്ന് ഓർമ്മ വേണം. കാരണം തീയാണ്, വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഏത് സമയത്തും യോർദാന് തിരിച്ചു വരാം. അങ്ങനത്തെ സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. ദീർഘക്ഷമയോടുകൂടെ, ഒരർത്ഥത്തിൽ ഭയത്തോടുകൂടെ, വിറയലോടുകൂടെയാണ് അവർ ആ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ജനം വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കുന്നത് ഇവരിവിടെ നിൽക്കുമ്പോഴാണ്. അടുത്തതായിട്ട് ഈ ഭാഗത്തു നിന്ന് ദൈവൻ്റെ കാണിച്ച ചിന്ത നമുക്ക് 5-ാം വാക്യത്തിൽ വരാം. വാക്യം 4, നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അടുത്തത് നമ്പർ നിങ്ങൾ എഴുതിക്കണം, 5ഓ 4ഓ എത്രയെന്നറിയില്ല. അടുത്തതായിട്ട് ഞാൻ കണ്ടത് ലീഡേഴ്സും ജനവും തമ്മിലുള്ള ഗ്യാപ്പ്. തിരുമേനി ഐമേനി എന്ന അസിസ്റ്റ് അല്ലത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാവർക്കും ക്രിസ്തീയ സഭയിൽ തുല്യ പദവിയാണെന്ന് പറഞ്ഞാലും നേതൃത്വം തന്നെയാണ്. ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാണ് ഇവർ. വഴി കാണിക്കുന്നവരാണ് ഇവർ. വഴി വെട്ടുന്നവരാണ് ഇവർ. ഉറച്ചു നിൽക്കുന്നവരാണിവർ. കരുതലോടെ നിൽക്കുന്നവരാണ് ഇവർ. പക്ഷെ ഇവരും, അതായത് പെട്ടകവും ഇവരും, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും ജനങ്ങളും തമ്മിൽ ഒരു നല്ല ഗ്യാപ്പ് ഇടണമെന്നാണ് പറയുന്നത്. ഇതെന്തിനെ കാണിക്കുന്നു? ഒരു ശുശ്രൂഷ ചെയ്യുന്നവൻ വ്യത്യസ്തനായിരിക്കണം. സാധാരണക്കാരെ പോലെ ചിന്തിക്കുകയും, സാധാരണക്കാരെ പോലെ സംസാരിക്കുകയും, സാധാരണക്കാരെ പോലെ യാത്ര ചെയ്യുകയും, സാധാരണക്കാരെ പോലെ കൊടുക്കവാങ്ങലുകൾ നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം വഹിക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ മനുഷ്യൻ അവനിപ്പോൾ എത്ര കൊല്ലം പഠിപ്പിച്ചാലും അവൻ കാര്യങ്ങളെ പണവുമായിട്ട് തട്ടിച്ചാണ് ചിന്തിക്കുന്നത്. ഏത് കാര്യവും പണവുമായിട്ടായിരിക്കും മനുഷ്യർ താരതമ്യം ചെയ്യുന്നത്. കല്യാണത്തിനകത്ത് ഇപ്പോൾ പറയുമ്പം പറയും, നമുക്ക് നല്ല ആത്മീയമുള്ള ഒരു കുട്ടിയെ വേണം പാസ്റ്ററെ. അന്നേരം നമ്മൾ ചോദിച്ച ആത്മീയം മതി, അല്ല അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആത്മീയം വേണം. അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കണേ എങ്ങനെ ആത്മീയം, അല്ല ആത്മീയം വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആത്മീയവും വേണം. വീണ്ടും ചോദിച്ചോ പറഞ്ഞു, പാസ്റ്ററെ ആത്മീയം വരികയും പോവുകയും ചെയ്യും, പിന്നെ ഏതാ സ്ഥിരമായിട്ട് നിൽക്കുന്നത്? ഏതാ? അതാ ഇപ്പോഴത്തെ ഡയലോഗ് അങ്ങനെയാ. ആത്മീയം എന്ത് ചെയ്യും? വരികയും പോവുകയും ചെയ്യും. പൈസ എന്ത് ചെയ്യത്തില്ല, വന്നാൽ പിന്നെ വന്നതാ. തോന്നല ഇതൊക്കെ, വെറും തോന്നല ഇതൊക്കെ. സ്തോത്രം. അപ്പോൾ ലോക മനുഷ്യൻ ഏത് കാര്യവും മണിയായിട്ടാണ് തൂക്കി നോക്കുന്നത്, പൈസയായിട്ടാണ് തൂക്കി നോക്കുന്നത്. 100 ആടിൻ്റെ സ്റ്റോറി പറയുമ്പോൾ ആരോ വേദപുസ്തകത്തിൻ്റെ കമൻ്ററി എഴുതിയിരിക്കുന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ്, അതൊരു ബിസിനസ് സ്റ്റെപ്പല്ല, അതൊരു ഇമോഷണൽ സ്റ്റെപ്പാണെന്ന്.
ഒരാട് കാണാതെ പോയപ്പോൾ ഇടയൻ എടുത്ത സ്റ്റെപ്പ് അതൊരു ബിസിനസ് സ്റ്റെപ്പല്ല, അതൊരു ഇമോഷണൽ സ്റ്റെപ്പാണ്. കാരണം 99 ഇട്ടേച്ച് ഒന്നിൻ്റെ പുറകെ പോകുന്നവൻ കച്ചവടം അറിയാൻ മേലാത്തവനല്ലേ. കാരണം 99 ആലയെ കൊണ്ട് ആക്കിയിട്ടെന്ന് ബൈബിളിലില്ല. 99 മരുഭൂമിയിൽ വിട്ടേച്ചതാണ്. അപ്പം ബിസിനസ് അറിയാവുന്നവർ അങ്ങനത്തെ മണ്ടത്തരം കാണിക്കുമോ? ഇല്ല. അപ്പം അതൊരു ബുദ്ധികെട്ട കാൽവെപ്പാണ്. അപ്പം ഇവിടെ അയാളുടെ കാലിനെ സ്വാധീനിച്ചത് ഇമോഷനാണ്, അയാളുടെ വികാരമാണ്. സ്തോത്രം. അതേസമയം ബുദ്ധിയുള്ളവരാണ് ചിന്തിക്കും, ഒരാടിന് എന്നാ വില വരും, 1000 രൂപ. പകൽ മുഴുവൻ ജോലി കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒരാളെ ഡ്യൂട്ടിക്ക് ഉടനെ ഡബിൾ ശമ്പളം കൊടുക്കണം. അപ്പോൾ അതെത്ര വരും? ഈ ഇട്ടേച്ച് പോകുമ്പോൾ ഇതുങ്ങളിൽ ഒരെണ്ണം കേടായതിന് എത്ര വരും? കണക്കൂട്ടി നോക്കുമ്പോൾ ആ പോയത് പോട്ടെ, അതാ ലാഭം എന്ന് വരും. അപ്പോൾ ദൈവ സാന്നിധ്യം ചുമക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും നേതൃനിരയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, മുമ്പിൽ നിൽക്കുന്നവർ, അവർ ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ ഈ വേല ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദ ബിസിനസ് ലൈനിൽ ചിന്തിക്കുന്ന ആളാണ്. യൂദ മണ്ടനല്ല. യൂദയ്ക്ക് ഒരുവിധം കാര്യങ്ങൾ ഫിനാൻസ് സംബന്ധിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സഹോദരി തൈലം പൊട്ടി ചോദിച്ചപ്പോൾ പുള്ളി അതിൻ്റെ കുപ്പിയെടുത്ത് ബ്രാൻഡ് നോക്കാതെ തന്നെ പറഞ്ഞില്ലേ ഇത് ഇത്ര രൂപയ്ക്കുണ്ടെന്ന്, ഇല്ലേ? അത് ചെറിയ കാര്യമല്ല. പെർഫ്യൂമൊക്കെ തിരിച്ചറിയണ വലിയ പാടാണ്. എന്നെ കഴിഞ്ഞ മാസം ഒരാളൊരു പെർഫ്യൂം കൂടെ കൊണ്ടുപോയി. ഒരു 100 കണക്കിന് പെർഫ്യൂം പൊട്ടിച്ച് വെച്ചേച്ച് ഒരു ചെറിയ പാത്രത്തിൽ കാപ്പിക്കുരു വെച്ചിരിക്കുക. ഞാൻ ചെയ്തതിനാ ആദ്യത്തെ പെർഫ്യൂം മണത്തിട്ട് ആ മണം നമ്മുടെ മൂക്കിൽ നിന്ന് പോകണേ കാപ്പിക്കുരു മണക്കണം. അപ്പോൾ ഈ കാപ്പിക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് അന്നേരം, നമുക്ക് എന്തെല്ലാം അറിവുകളാണ് ഇനി ലോകത്തിൽ കിട്ടാനുള്ളത്. സിമ്പിൾ കാപ്പിക്കുരു, നല്ല ബ്രൂ കാപ്പിയുടെ കുരു വെച്ചിരിക്കുകയാണ്, നല്ല സ്മെല്ലാണ്. സാറേ അത് മണത്തെ ചെയ്ത് മണക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ആദ്യത്തെ പെർഫ്യൂം പോയി. അല്ലെങ്കിൽ എല്ലാ പെർഫ്യൂം ഒരുപോലെ ഇരിക്കും. ഒരു സാരി മേടിക്കാൻ കയറിയ 3 എണ്ണം നോക്കി കഴിയുമ്പോഴേ കണ്ണു മങ്ങും. അതല്ലേ കച്ചവടക്കാരുടെ വിജയം. പിന്നെ നമ്മൾ ഏതെങ്കിലും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോരും. പെർഫ്യൂം അതിനേക്കാൾ എല്ലാം അപകടമാണ്. 2, 3, 4 എണ്ണം കഴിയുമ്പോൾ എല്ലാം മരച്ചു പോകും. ഇല്ലേ, ഇത് കൊള്ളാം, എടുത്തുകൊണ്ട് പോകും നമ്മൾ. അതിനയാൾ പറഞ്ഞു തന്നു, ഇത് മണത്തേച്ച് കാപ്പിക്കുരു മണക്കണം. യൂദയുടെ കഴിവ് നിങ്ങൾ പറ. എല്ലാവരും മീറ്റിങ്ങിനിടയിൽ ഇതിൻ്റെ മണം വന്നപ്പോഴേ പറഞ്ഞത് ഇത് കൂടിയതാട്ടോ. അവനാൾ ഭയങ്കര കഴിവുള്ളവനാണ്. ഇത് ഇത്ര $1 വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. അതിൻ്റെ ശരിയായ അർത്ഥം ഇതാണ്. ആർക്കെങ്കിലും അങ്ങനെ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ട്രഷറർ ഇവിടെയുണ്ട്, എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനത് വേണ്ട പോലെ ചെയ്തോളാം. യോഹന്നാനാണ് ഇത് എഴുതുന്നത്. യോഹന്നാൻ ഇദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, ഇവനത് എന്ത് ചെയ്യാനാണ്? മറിക്കാനാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ അതിൽ നിന്ന് ഇട്ടത് എടുത്തു വന്നിരുന്നു. ഇന്നത്തെ ഭാഷ പറയാം, മറിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ആവശ്യം വരുമ്പം തരാം. ആവശ്യം വരുമ്പോൾ ആൾ യോഗത്തിന് വന്നിട്ട് വേണ്ടേ പിന്നെ. സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്തുവാ? അവിടെ അവൻ മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നത്. മാനുഷികമായിട്ടാണ് ചിന്ത. ആ ചിന്തയുള്ളവർക്കേ ഭൂമി ജീവിക്കാൻ പറ്റുള്ളൂ, മിടുക്കനാകാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവവേലക്കാരന് ഗ്യാപ്പ് വേണം. ഈ ആളുകളെക്കാൾ വ്യത്യസ്തമായ ബഹുദൂരത്തിൽ മാറി ചിന്തിക്കുന്നവനായിരിക്കണം ദൈവ സാന്നിധ്യം വഹിക്കുന്നവൻ. സ്തോത്രം. നിങ്ങൾക്കും അവർക്കും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. ദൈവ സാന്നിധ്യമാണ് നീ ചുമക്കുന്നതെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കണം, വ്യത്യസ്തമായി കാണണം, വ്യത്യസ്തമായി സംസാരിക്കണം. വ്യത്യസ്തമായി ചിന്തിക്കണം, വ്യത്യസ്തമായി കാണണം, വ്യത്യസ്തമായി സംസാരിക്കണം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. വ്യത്യസ്തരായിരിക്കാൻ പൂർണ്ണമായും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എനിക്ക് തോന്നുന്നു സ്നാപക യോഹന്നാൻ ആ വേഷം എടുത്തത് അതിനായിരിക്കും. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും, അത് പുള്ളി അങ്ങ് എടുത്തതായിരിക്കും. അല്ലാതെ അങ്ങനെ ഇടണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നും അല്ല, അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ വ്യത്യസ്തനാണെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യാം, അറിഞ്ഞോളൂല്ലോ. അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് മറ്റുള്ളവർ നിന്നോളൂ. തീർന്നില്ല. ഭക്ഷണം എങ്ങനെയുള്ളതായിരുന്നു? അതുകൊണ്ട് തന്നെ ഗുണം, അതിന് ഭയങ്കര വൈറ്റമിനാന്നൊക്കെ ഏതോ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. വൈറ്റമിൻ ഉണ്ടായിരിക്കും, അതൊന്നും അല്ല എൻ്റെ കാര്യം. ഈ പുള്ളി ആരും ഡിന്നറിന് വിളിക്കുകയല്ലോ. സ്റ്റാർ ഹോട്ടലിൽ ഡിന്നറിൽ വെച്ചല്ലേ പലതും മറിയുന്നേ, പല ബിസിനസ്സും അവിടെ വെച്ചല്ലേ ഉറപ്പിക്കുന്നേ. ദർശനങ്ങളെ മുക്കിക്കളയുന്നത് ഡിന്നറുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് തീരുമാനം എടുക്കുന്നത് ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടും, വാതിൽ തുറന്നാൽ ഞാൻ അവനോടും. ആ ഡിന്നറിലാണ് അതിൻ്റെ ഹൃദയം പകരുന്ന സ്ഥലമാണ്. ഏത് ഉടമ്പടിക്കും ഒരു ഫുഡുണ്ടെന്നാണ് പറയുന്നത് ബൈബിളിൽ. സ്നാപക യോഹന്നാനെ കിട്ടത്തില്ല നിങ്ങൾക്ക് അതിനൊന്നും. വ്യത്യസ്തനായി നിൽക്കാൻ ആഗ്രഹിച്ചു. ഇതതിൻ്റെ ഒരു വശമാണെങ്കിൽ മറുവശത്ത് നമ്മൾ മനുഷ്യരുമായി സഹകരിക്കണം, ആളുകളുമായി ഒന്നായി ചേരണം, അതിനുള്ള വാക്യങ്ങളുണ്ട്. പക്ഷെ ശുശ്രൂഷയുടെ ആ ഗ്യാപ്പ്, ദൈവസാന്നിധ്യം വഹിക്കുന്നവൻ വ്യത്യസ്തനാകണം. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. തൃശ്ശൂർ പൂരത്തിനും അതുപോലെയുള്ള വലിയ ഉത്സവങ്ങൾക്കും തലയെടുപ്പുള്ള ആനകളെ നിരത്തി നിർത്തും. 101, 51 ഇതിനകത്ത് ഏറ്റവും സെൻട്രലിൽ നിർത്തുന്ന സാധാരണ ഗുരുവായൂർ കേശവൻ ആയിരുന്നു. അവനാണ് ഏറ്റവും കൂടുതൽ തലയെടുപ്പുള്ളത്. ഏറ്റവും വില കൂടിയ വെഞ്ചാമരവും കൊടയും അവൻ്റെ തലയിലാണ്. അത് പിടിച്ചോണ്ട് ആളുകൾ ഇരിക്കുന്നത് മുഴുവൻ വീഡിയോയിൽ എടുക്കുക. എന്നാ എഴുന്നള്ളത്താ, എന്നാ ഭയങ്കര കാഴ്ചയാണ്. ഇതിങ്ങനെ ആ ആരംഭത്തിലൊക്കെ ഇങ്ങനെ ഈ ഗമയിലൊക്കെ നിന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇവൻ ഈ അടിയിൽ തപ്പും, പഴത്തൊലി കിട്ടും. അതെടുത്തിട്ട് പൊടി തട്ടി ഇതിനിടയ്ക്കൂടെ തിന്നുന്നുണ്ട്. വീഡിയോക്കാരൻ അതും എടുക്കും. അപ്പം ഈ പുറത്തെ വെഞ്ചാമരവും മുത്തുകൂടെയൊന്നും ഇവൻ്റെ സ്വഭാവത്തെ ബാധിച്ചിട്ടില്ല. ആ പഴയ രീതി തുടരുക. ദൈവസാന്നിധ്യം വഹിക്കുന്ന ഇവർക്ക് ജനങ്ങൾ ഇവരിൽ നിന്നും 2000 മൈൽ അകലെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. ഈ ഗ്യാപ്പിൽ നിന്ന് ഇവർ മനസ്സിലാക്കിക്കണം ഇവരാരാന്ന്. അപ്പം ഇത് ജനങ്ങൾ സൂക്ഷിക്കാൻ മാത്രമല്ല, ഇവരും കൂടെ സൂക്ഷിക്കാനാണ്. നീ വ്യത്യസ്തനാണെന്നുള്ളത് നീ അറിഞ്ഞാൽ നിനക്ക് നല്ലത്. നമ്മളെത്ര കൃപ പ്രാപിച്ചാലും 41 101 ഉപവസിച്ചാലും നമ്മളിലൊരു പച്ച മനുഷ്യനുണ്ട്. ആ ഒറിജിനൽ മനുഷ്യൻ അവനേത് സമയത്തും വൃത്തികേട് പറയാൻ പ്രാപ്തന, ഏത് സമയത്തും വൃത്തികേട് കാണിക്കാനും പ്രാപ്തന. ഇതറിഞ്ഞ് ജീവിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി, അപ്പം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട നിനക്ക് കൊള്ളരുതാത്തവനായി തീരുമെന്ന ഭയം ഇപ്പോഴും ഉണ്ടോ പൗലോസേ? ഉണ്ട്. അപ്പം എന്നിലെ സ്വാർത്ഥതയും എന്നിലെ നെകളവും എന്നിലെ അഹങ്കാരവും എന്നിലെ പിണക്കങ്ങളും എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വഭാവങ്ങളും പൂർണ്ണമായും മാറുന്നില്ല. ഇതിനെ ഞാൻ മരിപ്പിച്ച് ഞാനൊരു വ്യത്യസ്തനാണ്, ഞാൻ ദൈവ തേജസ് ചുമക്കുന്നവനാണ്, ദൈവ ശുശ്രൂഷ ചെയ്യുന്നവനാണ്, ചിലർക്ക് വഴി കാണിക്കേണ്ടവനാണ് ഞാൻ
എന്ന തിരിച്ചറിവ് എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവ സാന്നിധ്യം വഹിക്കുന്നവർ അഥവാ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട വേർപാട് അഥവാ എല്ലാവർക്കും വേർപാട് വേണം. ക്രിസ്തീയ ശുശ്രൂഷകൻ കുറേ കൂടെ വ്യത്യസ്തനായിരിക്കണം. ക്രിസ്തീയ ശുശ്രൂഷകൻ കുറേ കൂടെ വ്യത്യസ്തനായിരിക്കണം. ഇല്ല എങ്കിൽ ശക്തി നഷ്ടപ്പെട്ടവനായി ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന ഒരു ശുശ്രൂഷകനെ ബൈബിളിൽ നിങ്ങൾക്ക് കാണാം. ഇത് ദിനംതോറും നമ്മൾ ഈ ആത്മീയ ഗോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സ്തോത്രം. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. സ്തോത്രം. നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് ജനവും പോയിട്ടില്ല, ഈ വഴിക്ക് ശുശ്രൂഷകരും പോയിട്ടില്ല. ജനങ്ങളുടെ വിചാരം ശുശ്രൂഷകർ പോയിട്ടുണ്ടെന്നാ. പോയിട്ടില്ല, അവരും പോയിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം തുല്യരാണ്. കർത്താവിന് മുമ്പിൽ ശുശ്രൂഷകനും വിശ്വാസി എല്ലാം തുല്യരാണ്. നമുക്കും ദൈവം എന്നും പുത്തൻ അനുഭവങ്ങളാണ് തരുന്നത്. കർത്താവും ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയിലെ ഒരു രംഗം മനോഹരമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 14:22 ഉടനെ യേശു തൻ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു, നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് യേശു പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിക്കുന്നെന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പുതിയ വഴിയായി യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നൊരു പാഠമുണ്ട്. 2-3 കാര്യങ്ങൾ അവിടെ നിന്ന് ഞാൻ ധ്യാനിച്ചു. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊരു പുതിയ വഴിയാണ്. ഇതിനു മുമ്പ് ആരും യാത്ര ചെയ്യാത്ത ഒരു വഴിക്ക് പത്രോസ് യാത്ര ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, കഴിഞ്ഞ മിനിറ്റ് വരെ പേടിച്ച് നിലവിളിച്ച ആ പ്രോബ്ലത്തിൻ്റെ മുകളിലോട്ടാണ് ഈ കാല് വയ്ക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, കൂട്ടത്തിൽ ആരും ഈ വഴിയിൽ കാല് വയ്ക്കാൻ അവൻ്റെ കൂടെ ഇല്ല. ഒറ്റയ്ക്കാണ് ആ സ്റ്റെപ്പ്. ഭയപ്പെട്ട് പേടിച്ച് നിലവിളിച്ച ഒരു സാഹചര്യത്തിൻ്റെ മുകളിലോട്ടാണ് ആ കാല് വയ്ക്കുന്നത്. ഒറ്റയ്ക്കാണ് ആ കാലുവെപ്പ് നടത്തുന്നത്.
മൂന്നാമത്തെ കാര്യം, യേശു ഇതിന് മുമ്പ് ആ വഴി പോയിട്ടുണ്ട്, പോകുന്നുണ്ട്. യേശു അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ആ കാല് വയ്ക്കുന്നത്. എന്താകുമെന്ന് ചിന്തിച്ചാൽ കാല് വെക്കാൻ പറ്റുകയില്ല. ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടത്തില്ല. എങ്ങനെ ഇറങ്ങാൻ പറ്റും? കാരണം അതിനെ കണ്ടല്ലേ ഇത്ര നേരം പേടിച്ചത്. പിന്നെ അങ്ങനെ കാല് വെച്ചത്? വലിയ ബുദ്ധിയൊന്നും വേണ്ട, വളരെ ലളിതമാണത്. ഒന്നും അവൻ നോക്കിയില്ല, യേശുവിനെ മാത്രമേ നോക്കിയുള്ളൂ. യേശുവിനോടുള്ള ആ ഹൃദയത്തിൻ്റെ അടുപ്പം കൊണ്ട് മാത്രം, വിശ്വാസത്തിൻ്റെ കൂടുതലൊന്നും പറയാൻ ഒക്കുകയില്ല, ആ ഇൻറ്റിമസി കൊണ്ട് നടന്നതാണ്. വിശ്വാസ വീരനൊന്നും അല്ല പത്രോസ്, എത്രയോ തെളിവുണ്ടതിന്. അതാ ഹൃദയത്തിൻ്റെ ബന്ധം കൊണ്ടാണ്. എന്നായാലും യേശു ഉണ്ടല്ലോ, മരിച്ചാലും കുഴപ്പമില്ല. കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ മരിച്ചാലും കുഴപ്പമില്ല, തിരമാലയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം യേശുവിനോടുള്ള ആ ബന്ധവും വിശ്വാസവും അടുപ്പം കൊണ്ടാണ് ആ കാലുവെപ്പ്. സ്തോത്രം. നാലാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ആണേലും മുങ്ങിപ്പോയി. കാര്യവും കാറ്റ് കണ്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം. ഈ യാത്ര, ഈ പുതിയ യാത്ര, ജീവിതമെന്നും പുതിയതാണ്. ക്രിസ്തീയ ജീവിതം എന്നും പുതിയതാണ്. ഈ പുതിയ കാൽവെപ്പ് നടത്താനായിട്ടാണ് ലീഡേഴ്സിനെ ദൈവം വെല്ലുവിളിക്കുന്നത്. ആ കാൽവെപ്പിൽ മുങ്ങാനുള്ള സാധ്യത 90-ാമത്തെ കൊല്ലവും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. തോക്കുകയില്ല, ലജ്ജിക്കത്തില്ല, തല താഴ്ത്തേണ്ടി വരത്തില്ല, കടം വരത്തില്ലെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ലാസ്റ്റ് മിനിറ്റിലും മുങ്ങിപ്പോകാനുള്ള സാധ്യത ഈ മിനിസ്ട്രിയിലുണ്ട്. നിലവിളിക്കേണ്ടി വരുന്ന രാത്രികൾ, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ. കർത്താവേ, എന്താ ഇങ്ങനെ വന്നേ? നശിച്ചു പോകുമോ, തീർന്നോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ സകല ശുശ്രൂഷകർക്കും വന്നിട്ടുണ്ട്. വരാത്ത ആരുമില്ല. ഞാനിതിന് ഇറങ്ങണ്ടായിരുന്നോ? വേറൊരാളായിരുന്നു ഇറങ്ങേണ്ടത്. എൻ്റെ കാല് തെറ്റിപ്പോയോ? ഞാൻ കാണിച്ചത് എടുത്തിയാട്ടായിരുന്നോ? ഞാൻ കാണിച്ചത് സാഹസമാണോ? ഞാൻ കാണിച്ചത് മണ്ടത്തരായി പോയോ? പടകിലിരുന്നിട്ട് തിരമാലയെ പേടിച്ച ഞാൻ എന്ത് ഭ്രാന്തനായി ഈ തിരമാലയുടെ മുകളിലോട്ട് ഇപ്പോൾ ഇറങ്ങിയത് എന്നോർത്ത് നിലവിളിച്ച ആ നിമിഷം. സ്തോത്രം. ആ വഴിയിൽ കാണുന്ന അടുത്ത പാഠം, എപ്പോൾ നിലവിളിച്ചോ അപ്പോൾ ഒരു കയ്യ് അവൻ്റെ കയ്യെ വന്ന് പിടിച്ചു. ഈ വഴിയിൽ നിന്നെ പിടിക്കാൻ ഒരു കൈ ഉണ്ടായിരിക്കും. അതെന്നും ഉണ്ടായിരിക്കും, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു കൈ ഉള്ളത് കൊണ്ടാണ് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നത്. എന്താ കർത്താവേ എനിക്കിങ്ങനെ വന്നേ? ഞാൻ എടുത്ത കാൽവെപ്പിൻ്റെ തെറ്റാണ്. സ്തോത്രം. മറ്റൊരാൾക്ക് വിഷമം വരുമ്പോൾ നമുക്ക് ധൈര്യപ്പെടുത്താൻ എളുപ്പമാണ്. നമുക്ക് വിഷമം വരുമ്പോഴോ? ഈ ആഴ്ച, കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയിൽ കോതമംഗലത്തു നിന്നൊരു ഫാമിലി, റിട്ടയർഡാണ്, കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മെഡിക്കൽ ഫീൽഡിലാണ്. പ്രായമായി, 10-70 വയസ്സൊക്കെ ആയവരാ. ഞാൻ ആ പ്രദേശത്ത് പ്രവർത്തിച്ചപ്പോൾ ഉള്ള അടുപ്പം കൊണ്ട് ഒന്ന് കാണാൻ വന്നതാണ്. അത്യാവശ്യമുണ്ട്, കണ്ടേ പറ്റൂന്ന് പറഞ്ഞു വന്നു. പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ചെറിയ ഫീലിംഗ് വലുതായിട്ട് തോന്നുക എന്ന് പറഞ്ഞാൽ, ദൂരെ ജോലി ചെയ്യുന്ന മോന് തലവേദനയാണെന്ന് പറഞ്ഞാൽ ട്യൂമറായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഉറക്കം വരാതെ വരിക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ താങ്ങാൻ മേലാത്ത മനപ്രയാസം അനുഭവിക്കുക. വിശ്വാസി, നല്ല ദൈവവൈതലാണ്. പക്ഷെ എന്തോ ഇങ്ങനെ അങ്ങ് തളർന്നു പോവാ പെട്ടെന്ന്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു, പ്രാർത്ഥിച്ചു, വർത്തമാനം പറഞ്ഞു, വചനം പറഞ്ഞു, ഇങ്ങനെ ഇരുന്നു. പുള്ളിക്കാരത്തി ഇരുന്നു, ബലപ്പെട്ടു. അപ്പോൾ പെട്ടെന്നൊരു സംശയം, ഈ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ എന്നുള്ള പാട്ടില്ലേ പാസ്റ്റർ? ഞാൻ പറഞ്ഞു ഉണ്ട്. അത് ഞാൻ പാടുകയില്ല. ഞാൻ ചായനാ, അതിനകത്ത് എനിക്ക് പാടാൻ പറ്റില്ലാത്തൊരു ലൈനുണ്ട്. ഞാൻ ചോദിച്ചത് ഏതാ? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ചോദിച്ചാൽ അത് പാടാനുള്ള വിഷമാണ്. ഞാൻ ചോദിക്കും. ശരി, ഇവിടെ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുക, അങ്ങനെ ചോദിക്കാത്തവരൊക്കെ ഒന്ന് കൈപൊക്കി ആലോചിച്ചിട്ട് വേണം.
അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എഴുതിയ ആളോട് ചോദിക്കാനൊന്നും ഇപ്പം നേരെയില്ല, ചേച്ചിക്ക് പാടാൻ വേണ്ടി ഞാൻ ആ ലൈനൊന്ന് മോഡിഫിക്കേഷൻ വരുത്തി തരാം, അത് മതി. ആ മതി എന്ന് പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചെന്നാലും എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, ഇപ്പോഴാ വിടുതലായെന്ന് പറഞ്ഞു. സ്വതന്ത്രം. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചുപോയി. സ്വതന്ത്രം. എന്തുകൊണ്ടാ കർത്താവേ എന്ന് ചോദിക്കാത്ത ആരാ ഉള്ളേ? സ്തോത്രം. ഈ പുതിയ പാതയിൽ നിലവിളിയുടെ നിമിഷങ്ങൾ കൂടെ കൂടെ ഉണ്ടാവും. നിലവിളിക്കുന്ന പോലെ അഭിനയിക്കുകയല്ല, കഥകടച്ച് നിലവിളിക്കുന്ന നിമിഷങ്ങൾ, ആരും കേൾക്കല്ലെന്നോർത്ത് കാറുന്ന നിമിഷങ്ങൾ ഈ യാത്രയിലുണ്ടാവും. പക്ഷെ അവിടെയാണ് ആ കൈ വെളിപ്പെടുന്നത്. അവിടെ കർത്താവിൻ്റെ കൈ അവനെ പിടിച്ചു. മുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ വചനം ധ്യാനിക്കാൻ ദൈവം ഒരു അവസരം തന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടൊരു വചനമാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിനൊക്കെ എത്രയോ കൊല്ലം മുമ്പ്, കടലാസൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പേനായും പെൻസിലോ അച്ചടി യന്ത്രമോ ഒന്നുമില്ലാത്ത കാലത്ത്, കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് എഴുതിയിട്ട ഒരു വാക്യമാണ് നമ്മളിപ്പോൾ ഈ ധ്യാനിച്ചത്. നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ. സ്തോത്രം, 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 സ്തോത്രം. എന്താ ദൈവമേ, പോയ വഴിയെ വിട്ടുകൂടെ? അപ്പന്മാരൊക്കെ പോയ വഴിയെ, അമ്മയൊക്കെ പോയ വഴിയെ, ചേട്ടന്മാരൊക്കെ പോയ വഴിയെ വിടാൻ മേലേ? തമ്പുരാൻ പറയും, അമ്മാനെ, പഴയ വഴിയെ പോകാനാണെ പിന്നെ എൻ്റെ കയ്യെ പിടിക്കണോ? ചേട്ടൻ്റെ കയ്യെ പിടിച്ചാൽ പോരെ, അപ്പൻ്റെ കയ്യെ പിടിച്ചാൽ പോരെ, നാട്ടുകാരുടെ കൂട്ടുകാരുടെ കയ്യെ പിടിച്ചാൽ പോരെ? എന്നെ നീ തിരഞ്ഞെടുത്തത് എന്തിനാ? പുതിയ വഴിയെ പോകാനല്ലെങ്കിൽ എന്തിന് നീ എൻ്റെ കയ്യെ പിടിച്ചു? പാരമ്പര്യത്തിൻ്റെ വഴിയെ, മതത്തിൻ്റെ വഴിയെ, ബുദ്ധിയുടെ വഴിയെ, വീട്ടുകാരുടെ വഴിയെ, നാട്ടുകാരുടെ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു എന്തിനാ? യേശുവിൻ്റെ കയ്യെ പിടിക്കുന്നവൻ ഭൂമിയിൽ ആരുടെയും വഴിയെ പോകാൻ കൊതിക്കരുത്. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പോണ വഴിയെ പോകാനാണെങ്കിൽ എന്തിനാ യേശുവിനെ ആശ്രയിച്ച്? യേശുവിനെ കയ്യെ പിടിച്ചവർ ഓർക്കണം, ഇന്ന് വരെ നടക്കാത്ത വഴിയാണ് ഇന്ന് ഞാൻ നടക്കാൻ പോണത്. ഇന്നലെ വരെ കാണാത്ത ചിലത് ഞാൻ ഈ ആഴ്ചയിൽ കാണും. ഇന്നലെ വരെ അനുഭവിക്കാത്ത ചിലത് ഞാൻ ഈ ദിനങ്ങളിൽ അനുഭവിക്കും. ലോകത്തിലെ സകല മനുഷ്യരും പുതിയതിനെ ഭയപ്പെടുന്നു. പുതിയ നാടിനെ ഭയപ്പെടും, പുതിയ വാഹനത്തെ ഭയപ്പെടും, പുതിയ സാഹചര്യത്തെ ഭയപ്പെടും, പുതിയ കാൽവെപ്പുകളെ ഭയപ്പെടും. പക്ഷേ വഴി പുതിയതാണെങ്കിലും പിടിക്കുന്ന കൈ പുതിയതല്ല. മുമ്പിൽ നടക്കുന്നത് പുതിയ ആളല്ല. ശബാലവറവസ്യ. ദൈവത്തിന് എപ്പോഴും ലീഡേഴ്സിനെ വേണം. ലീഡേഴ്സ് 2 തലയുള്ളവരോ 4 കണ്ണുള്ളവരോ ഒന്നുമല്ല. ബുദ്ധി കൂടുതലുള്ളവരെ അല്ല ലീഡർഷിപ്പിൽ വിളിച്ചത് ദൈവം. ദൈവം അന്നും ഇന്നും, മോശയുടെ കാലത്തും ഏലിയാവിൻ്റെ കാലത്തും നമ്മുടെ കാലത്തും ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചത് സമൂഹത്തിൽ ഏറ്റവും ബുദ്ധി കൂടുതലുള്ളവരെയല്ല, ഐക്യു കൂടുതലുള്ളവരെയല്ല, മീൻപിടുത്തക്കാരനെയും വിക്കനായ മോശയൊക്കെയാണ് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലീഡർഷിപ്പിന് നിനക്കിപ്പോൾ ഉള്ള വണ്ണം മതി, ഇപ്പോൾ ഉള്ള പൊക്കം മതി, ഇപ്പോൾ ഉള്ള കഴിവ് മതി. ദൈവം നിന്നെ വിളിച്ചത് കൊണ്ടാണ് നീ ഇപ്പം ഈ സ്ഥാനത്ത് വന്നത്, ഈ മീറ്റിങ്ങിന് വന്നത്. ഒരു വലിയ ജനമുണ്ട്, വഴിയറിയാത്ത ജനം. വഴിയറിയാതെ ഇരുട്ടിൽ തപ്പി കുരുടന്മാരായ വഴികാട്ടികളുടെ പുറകെ നടന്ന് കുഴിയിൽ വീഴുന്ന ഒരു വലിയ തലമുറ, ഒരു സമൂഹം ഇവിടെയുണ്ട്. അവർക്ക് വഴികാട്ടി അവരെ അക്കരെ എത്തിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടകം ചുമക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, നിന്ദയുണ്ട്, അപമാനമുണ്ട്. തോളെ നിറക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം ചുമക്കണം.
പക്ഷേ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, യോർദാൻ മാറിപ്പോണത് കാണും. യോർദാൻ മാറിപ്പോണത് കാണും. പാവപ്പെട്ട ഒരു പറ്റം ജനം അക്കരെ കിടക്കുന്ന കാണാം. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത പിറുപിറുപ്പും കുഴപ്പവും ഒക്കെ ഉള്ള ഈ ആളുകളെ ഈ അക്കരെ കടത്തി വിടാൻ ദൈവം നിന്നെ ഉപയോഗിക്കുകയല്ലേ? സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സമർപ്പിക്കാം. എന്താ ഇങ്ങനെ വന്നേ, എന്താ ഇടയ്ക്ക് മുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നേ എന്നൊക്കെ ഉള്ള ചിന്ത എല്ലാവർക്കും വന്നിട്ടുണ്ട്. സകല ദൈവദാസന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. റെയ്നാഡ് ബോങ്കയുടെ ഒരു ട്രക്ക്, ഒരു വലിയ ലോറി, കൺവെൻഷൻ പന്തലിനുള്ള മുഴുവൻ സാധനവും ജനറേറ്ററും ഉൾപ്പെടെ പുഴയിൽ, പാലം ഒടിഞ്ഞ് പുഴയിലോട്ട് പോയി. ഡ്രൈവർ അവിടെ ചത്തു. ബോങ്കെ കമന്ന വീണ് ദൈവത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സംഭവിച്ചേ? പുതിയ കാൽവെപ്പുകൾ നടത്തുമ്പോൾ നഷ്ടങ്ങളുണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭവിച്ചതെന്ന് പലരും ചോദിക്കും. പക്ഷേ ഒരു കൈ നീട്ടി പത്രോസിനെ പിടിച്ച ആ കയ്യ് ഇന്നും നമ്മളെ ഇങ്ങനെ പിടിക്കാൻ തൊട്ടടുത്ത് നിൽക്കുക. ആമേൻ. അതുകൊണ്ട് പിന്മാറാൻ നമുക്ക് കഴിയത്തില്ല. റിസൾട്ടൊന്നും പെട്ടെന്ന് കണ്ടില്ലെങ്കിലും ദൗത്യത്തിൽ മുന്നേറാം. ഇതൊരു പുതിയ വഴിയാണ്.